UDFിൻ്റെ പ്രചരണ ബോർഡുകളിൽ ഹോർഡിങ്സുകളിൽ വളരെ പർപ്പസ്ഫുള്ളി കേന്ദ്ര സർക്കാർ ഭരണഘടനാപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയതിനെതിരായിട്ട് ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പുളവാക്കിക്കൊണ്ട് മതപരമായിട്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ച് മനസ്സ് വിഭജിക്കാനുള്ള ഒരു കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. ഭരണഘടനാപരമായിട്ടുള്ള നിർദ്ദേശമാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് വിഭജിച്ചു പോയിട്ടുള്ള മതരാഷ്ട്രങ്ങളായിട്ട് മാറിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് അവിടെ മതപരമായിട്ടുള്ള വിവേചനം അനുഭവിക്കേണ്ടി വന്ന് തിരിച്ചു വന്നിട്ടുള്ള അഭയാർത്ഥികളായിട്ട് കഴിയുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ പൗരന്മാരായിട്ട് ജീവിക്കാനുള്ള എത്രയും പെട്ടെന്നുള്ള അടിയന്തരമായിട്ടുള്ള തീരുമാനമെടുക്കുക എന്നുള്ളതൊക്കെ ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെ ചിരകാലമായിട്ടുള്ള ആവശ്യവും സ്വപ്നവുമായിരുന്നു. ആ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചതിൻ്റെ പേരിൽ രാജ്യത്തെ മതപരമായിട്ട് വിഭജിക്കുന്നു എന്നുള്ള ഒരു വലിയ തെറ്റായ വെറുക്കപ്പെടുന്ന പ്രചരണത്തിനാണ് UDFിൻ്റെ ലോക്സഭാ മണ്ഡലം കമ്മിറ്റിയും അതേപോലെ തന്നെ സ്ഥാനാർത്ഥിയായിട്ടുള്ള MK രാഘവനും ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. അങ്ങേയറ്റം അപലപനീയമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ നഗ്നമായിട്ടുള്ള ലംഘനമായിട്ട് വേണം ഇതിനെ കാണാൻ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി അയച്ചിരിക്കുകയാണ്. അടിയന്തരമായിട്ട് അത് നീക്കം ചെയ്തുകൊണ്ട് UDF ലോക്സഭാ മണ്ഡലം കമ്മിറ്റി ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കൂടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുക.